ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഗുരുവായൂരിലെ ചെറിയൊരു വിശേഷം. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മളെല്ലാവരും പോകുന്നവരാണ്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ഭഗവാനെ ഉള്ളിൽ കയറി തൊഴണം എന്ന് വിചാരിച്ചാണ് പലവരും എത്താറും ഒക്കെ. പക്ഷെ നമ്മൾ അങ്ങനെ പോകുന്നവർ പല സമയങ്ങളിലും ഉള്ളിൽ കയറാൻ കഴിയാതെ വരാറുണ്ട്. അതിന് കാരണം വെച്ചാൽ വളരെ വലിയ തിരക്കായിരിക്കും ഗുരുവായൂർ അമ്പലത്തിൽ പല ടൈമിലും ഉണ്ടായത്. അപ്പോൾ നമ്മൾ അതിനൊരു പോംവഴി കണ്ടെത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ലീവുള്ള ദിവസങ്ങളിൽ ഒരിക്കലും ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാതിരിക്കുക. പോവുകയാണെങ്കിൽ തന്നെ തലേന്ന് പോയി അവിടെ തലേന്ന് തന്നെ വരി നിൽക്കാൻ ശ്രമിക്കുക. കാരണം അവിടെ 12 മണിക്ക് തന്നെ വരി നിൽക്കാൻ തുടങ്ങുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് അവർ നമുക്ക് ആ ടൈമിൽ കയറാൻ കഴിയാത്തത്. പിന്നെ പോയി വരി നിന്നാൽ തന്നെ നമ്മൾ പുറത്തൊക്കെ എത്തി എത്രയോ മണിക്കൂറുകളോളം നിൽക്കണം. അതിന് കാരണം വെച്ചാൽ വരി നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൻ്റെ നട അടച്ച് തുറക്കുന്ന ഒരു പ്രവണതയുള്ള ഒരു അമ്പലമാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കയറണമെങ്കിൽ പല മണിക്കൂറുകളോളം ചിലപ്പോൾ വരി നിൽക്കേണ്ടി വരും. അതിന് നല്ലത് നിങ്ങൾ പോകേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച. ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം നിങ്ങൾ കണ്ടെത്തി പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലീവുള്ള ദിവസം ഒരിക്കലും പോകാൻ ശ്രമിക്കരുത്. അല്ലാത്ത ദിവസങ്ങളിൽ പോവുക. ലീവ് ദിവസം പോവുകയാണെങ്കിൽ തലേന്ന് തന്നെ പോയി 12 മണിക്കെങ്കിലും വരി നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് അവിടുത്തെ ഭഗവാന്റെ പ്രസാദമായിട്ടുള്ള ഭക്ഷണം. ഭക്ഷണം നമുക്ക് ക്യൂ നിൽക്കുകയാണെങ്കിൽ 1000 ആൾക്കാർക്കൊക്കെ ഒരു ഇതിൽ തന്നെ കഴിക്കാൻ പറ്റും. നമുക്ക് 1 മണിക്കൂർ നിന്നാൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. വരി നിന്നാൽ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ തീർച്ചയായും അത് പ്രസാദമായിട്ടൊന്ന് കഴിക്കാൻ ശ്രമിക്കുക. അതൊക്കെ നമ്മൾ ചെയ്ത് പെരുകാൻ ശ്രമിക്കുക. കാരണം ഭക്ഷണത്തിൽ തന്നെ വളരെ വലിയ വരിയായിരുന്നു. അത് ഞങ്ങൾ നിന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പ്രസാദമായത് കൊണ്ട് തന്നെ നമ്മൾ കഴിച്ചു. നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഭഗവാന്റെ. അപ്പം നമ്മൾ പ്രസാദം ഊട്ടി ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്.